ഹായ് ഓൾ, യതി സാറാണ്. അപ്പം 9th എക്സാം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി കട്ടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാറിന് അറിയാം. സോ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നാമത്, നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങൾ അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. കാരണം നമ്മളെ കൂട്ടുകാരിയൊക്കെ ചിലപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്ന 5 മണിക്ക് എണീറ്റ് പഠിക്കും, ചിലപ്പോൾ രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കും. അതൊന്നും കേട്ടുകൊണ്ട് നിങ്ങൾ പാനിക് ആവേണ്ട ഒരാവശ്യമില്ല. നമ്മൾ അറിയണം നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന സമയം എപ്പോഴാണ്. ആ സമയത്ത് നന്നായിട്ടിരുന്ന് പഠിക്കുക. അല്ലാണ്ട് നമ്മളെ കൂട്ടുകാരൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ആൻഡ് അഗെയിൻ റിവൈസ് എന്നാണ് പറയുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാക്സിമം അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കുകൾ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നത്. സോ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ പിന്നെ പാനിക് ആവേണ്ട ഒരു ആവശ്യവുമില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാലും നിങ്ങൾക്ക് നന്നായിട്ടൊരു എക്സാം അഭിമുഖീകരിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ 10th എക്സാമിനേക്കാളും കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന 9th എക്സാമുകളുള്ളത് അല്ലേ. 9th ടെക്സ്റ്റാണ് കുറച്ചുകൂടെ ടഫ് എന്ന് നിങ്ങൾക്കറിയാം. സോ ഈ 9th എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th ക്ലാസ് കുറച്ച് നല്ല ഈസി ആയിരിക്കും. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം ഈ പരീക്ഷയ്ക്ക് പോകാൻ. സോ എല്ലാവർക്കും ഒരു അടിപൊളി എക്സാം കാലം വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾക്ക് ഇനിയും കാണാം. ബൈ.